बोलो भारत माता की, भारत माता की। मां भारती के चरणों में नमन कर आज मैं वंदन और अभिनंदन करती हूं उन वीर कार्यकर्ताओं का जिन्होंने पूर्ण उत्साह के साथ विजय श्री को समर्पित इस यात्रा का अभिनंदन किया, स्वागत किया। ഭാരതാംബയുടെ പാദാരവിന്ദങ്ങളിൽ നമസ്കരിച്ചുകൊണ്ട് ഈ വിജയയാത്രയെ സ്വീകരിച്ചാനയിച്ച് ഇവിടെ എത്തിച്ച ഇവിടത്തെ ബിജെപിയുടെ പ്രവർത്തകരെ ഞാൻ അഭിനന്ദിക്കുകയാണ്। इस मंच पर विराजमान है भारतीय जनता पार्टी के यशस्वी अध्यक्ष हमारे वरिष्ठ नेता पीसी थॉमस जी, अल्फोंस जी, हमारे जिला के अध्यक्ष मैथ्यू साहब, मंडल के अध्यक्ष अनिल जी, और इस मंच की शोभा बढ़ाते आज वो शूरवीर कार्यकर्ता हैं जिनका खून पसीना बहा ताकि भारतीय जनता पार्टी का ये परचम, ये फ्लैग शान से केरल की धरती पर लहरा सके। ഈ വേദിയില് മുൻ കേന്ദ്രമന്ത്രി ആദരണീയനായ ശ്രീ പി.സി. തോമസ് ജിയുണ്ട്, ശ്രീ അൽഫോൻസ ജിയുണ്ട്, പാർട്ടിയുടെ സമാരാധ്യനായ അധ്യക്ഷൻ ശ്രീ കെ സുരേന്ദ്രജിയുണ്ട്, ഇവിടുത്തെ ജില്ലാ അധ്യക്ഷൻ ശ്രീ നോബിൾ മാത്യു ജിയുണ്ട്, മറ്റു നിയോജക മണ്ഡല അധ്യക്ഷനുണ്ട്. പക്ഷേ ഇവരൊന്നുമല്ല ഈ വേദിയുടെ അലങ്കാരം. അത് ചോരയും വിയർപ്പും ചിന്തി ഈ പാർട്ടിയെ കേരളത്തിൽ ശക്തിപ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന ഈ പാർട്ടിയുടെ പ്രവർത്തകരാണ് എന്ന് ഞാൻ വിശ്വസിക്കുന്നു। ये परचम जो भाजपा का लहराता है, इसमें जो कमल का फूल है वो प्रतीक है विकास का। ये परचम जो भारतीय जनता पार्टी का लहराता है उसमें तीव्र गति से अगर कोई लहर है तो वो हमारे कार्यकर्ताओं का परिश्रम है। ये परचम भारतीय जनता पार्टी का प्रतीक है उन 300 कार्यकर्ताओं के बलिदान का जिनको केरल की धरती कभी भुलाएगा नहीं। സുഹൃത്തുക്കളെ, ഈ ഭാരതീയ ജനതാ പാർട്ടിയുടെ ഈ ശക്തി, അത് ഭാരതീയ ജനതാ പാർട്ടിയുടെ ഈ താമര വിരിഞ്ഞു നിൽക്കുന്നതിന്റെ പിന്നിലെ ശക്തി ഈ പാർട്ടിക്ക് വേണ്ടി അഹോരാത്രം പണിയെടുക്കുന്ന പ്രവർത്തകരാണ്. അതോടൊപ്പം ഈ കേരളത്തിൽ ഈ താമര വിരിയിക്കാൻ വേണ്ടി ജീവൻ കൊടുത്ത 300ഓളം പ്രവർത്തകരുടെ ബലിദാനമാണ്. Today I have the proud privilege of being a part of a yatra that symbolizes the aspirations of people. I am blessed to be part of a yatra which symbolizes the dreams of our people. I am honored today that through this yatra, under the leadership of Surendran ji, I can pay homage to over 300 Karyakartas of the Bharatiya Janata Party and Swayam Sevaks who have lost their lives and yet their families ask for justice for all and appeasement of none. ഈ യാത്രയുടെ ഭാഗമായതിൽ ഞാൻ സന്തോഷിക്കുന്നു. കാരണം ഈ യാത്ര ഇത് നിങ്ങളുടെ സ്വപ്നമാണ്. ഈ യാത്ര കേരളത്തിന്റെ വികസനത്തിന്റെ സ്വപ്നമാണ്. നമ്മുടെ സമൂഹത്തിന്റെ മുന്നോട്ടുള്ള പുരോഗതിയുടെ സ്വപ്നമാണ്. അതിന് ഭാഗമാകാൻ സാധിച്ചതിൽ ഞാൻ സന്തോഷിക്കുന്നു. ഈ ശ്രീ കെ സുരേന്ദ്രന്റെ നേതൃത്വത്തിലുള്ള യാത്ര, ആ യാത്രയുടെ വിജയം നമ്മളുടെ പ്രസ്ഥാനത്തിനു വേണ്ടി ജീവൻ ബലികൊടുത്ത ഭാരതീയ ജനതാ പാർട്ടിയുടെയും RSSന്റെയും 300ഓളം വരുന്ന പ്രവർത്തകരുടെ ത്യാഗം, അവരുടെ കുടുംബങ്ങൾ ഇന്നും ഈ പാർട്ടിയോടൊപ്പം നിൽക്കുന്നു, ഈ പ്രസ്ഥാനത്തോടൊപ്പം നിൽക്കുന്നു. അവർക്ക് വേണ്ടിയുള്ള യാത്രയാണിത്. It gladdens my heart when I say Bharat Mata ki Jai and you all join me with fervor, and it breaks the hearts of many Indians when the അവകാശി ഡൽഹിയിൽ പോയി ഇന്ത്യയെ തകർക്കുമെന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് വേദനയുണ്ടാകും.
Surendran ji and Matthew ji were speaking of Rahul Gandhi. That gentleman, yes, left and abandoned Amethi and ran to Kerala because after 15 years, the people of Amethi decided to teach him a lesson. ശ്രീ സുരേന്ദ്രജിയും നോബിൾ മാത്യുജിയും രാഹുൽ ഗാന്ധിയെ പറ്റി സംസാരിച്ചു. ആരാണ് അയാൾ? അദ്ദേഹം അമേഠിയിൽ നിന്നും പരാജിതനായി കേരളത്തിലേക്ക് ഓടി ഒളിച്ച വ്യക്തിയാണ്. 15 കൊല്ലം അമേഠിയിലെ ജനങ്ങളെ വഞ്ചിക്കുകയാണ് അദ്ദേഹം ചെയ്തത്. Surendran ji, today is an auspicious day for Karyakartas of Bharatiya Janata Party because yet again in the panchayat and local body elections in a state like Gujarat, the Bharatiya Janata Party has won a decisive victory and the Congress has been uprooted. Such is the defeat of the Congress Party that the opposition leader and the Congress state president had to resign in shame. ഇന്നത്തെ ദിവസം വളരെ സന്തോഷകരമായ ആനന്ദകരമായ ദിവസമാണ് ശ്രീ സുരേന്ദ്രനും കേരളത്തിലെ BJPയെ സംബന്ധിച്ചിടത്തോളം. കാരണം ഇന്ന് ഗുജറാത്തിലെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെ തെരഞ്ഞെടുപ്പിലെ വോട്ടെണ്ണിയിരിക്കുന്നു. അവിടെ വൻ വിജയമാണ് ഭാരതീയ ജനതാ പാർട്ടി നേടിയിട്ടുള്ളത്. പരാജിതരായി തകർന്നുപോയ കോൺഗ്രസിന്റെ പ്രതിപക്ഷ നേതാവിനും സംസ്ഥാന അധ്യക്ഷനും നാണക്കേട് കൊണ്ട് രാജിവെക്കേണ്ടി വന്നിരിക്കുന്നു. The reason for their defeat is because they tried to divide the people. The reason for their defeat is because they tried to unleash a campaign of lies. The reason for the Congress defeat is a defunct leadership that cannot lead its own organization. और ऐसा नेता केरल में क्या खास नेतृत्व कर पाएगा? അവരുടെ പരാജയത്തിന്റെ കാരണം അവരുടെ ജനങ്ങളുടെ വിഭജിക്കാനുള്ള അവരുടെ ഉദ്ദേശമാണ്, അവരുടെ ലക്ഷ്യമാണ്, അവരുടെ പ്രവൃത്തിയാണ്. അവർ പറയുന്ന നുണകളാണ്. അവർക്ക് നേതൃത്വമില്ല. അവരുടെ നേതാവിന് തെരഞ്ഞെടുപ്പ് വിജയിക്കാൻ സാധിക്കില്ല. ആ നേതാവാണോ ഇനി കേരളത്തിൽ അവരെ വിജയത്തിലേക്ക് നയിക്കാൻ പോകുന്നത്? A gentleman who does politics of convenience, a gentleman who does not come down harshly on the LDF. It is the LDF and the UDF which are partners in crime, and the measure of the people of Kerala is such that in the forthcoming assembly elections, it is my appeal to the citizens of Kerala to denounce and defeat this unholy, unseen partnership. These partners in crimes need to understand that the people of Kerala are awakened and they will have their corruption no more. They will have their nepotency no more. They will have their flayings no more. സുഹൃത്തുക്കളെ, ഒരു നേതാവ് അദ്ദേഹം കമ്മ്യൂണിസ്റ്റുകാരെ വിമർശിക്കാൻ തയ്യാറാവുന്നില്ല, അവർക്കെതിരെ നിലപാടെടുക്കുന്നില്ല. എന്താ കാര്യം? അവര് തമ്മിൽ സഖ്യത്തിലാണ്. കേരളം വിട്ടുകഴിഞ്ഞാൽ അവര് കൂട്ടുകാരാണ്. കേരളത്തിലും അതിന്റെ പ്രതിഫലനമുണ്ട്. ഇവര് രണ്ടുപേരും കുറ്റകൃത്യങ്ങളിൽ, അഴിമതിയിൽ പങ്കാളികളാണ്. ഈ വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പിൽ അവരെ കേരളത്തിലെ ജനങ്ങള് അവരെ പഠിപ്പിക്കണം. അവരെ കുറ്റകൃത്യങ്ങൾക്കെതിരെ, അവരുടെ അഴിമതിക്കെതിരെ. ഇനി ഇത് കേരളത്തിൽ നടക്കില്ല. കേരളത്തിലെ ജനങ്ങളെ പറ്റിക്കാൻ ഇനി അനുവദിക്കില്ല എന്ന് വരുന്ന തെരഞ്ഞെടുപ്പിൽ അവരെ പഠിപ്പിക്കണം. And when I say that the people of Kerala will defeat the lies of the LDF, the UDF, when I say that the lies of the Congress party will stand exposed in Kerala, I say so because Rahul Gandhi and the Congress party's politics is and only is based on false promises to the people. ഞാൻ കേരളത്തിലെ ജനങ്ങൾ ഇവരുടെ കള്ളത്തരങ്ങൾ പൊളിക്കുമെന്ന് പറയുമ്പോൾ, UDFന്റെയും കോൺഗ്രസിന്റെയും LDFന്റെയും കള്ളത്തരങ്ങൾ കേരളത്തിലെ ജനങ്ങൾ തകർക്കുമെന്ന് പറയുമ്പോൾ ഞാൻ ഉദ്ദേശിക്കുന്നത് കോൺഗ്രസിന്റെയും രാഹുൽ ഗാന്ധിയുടെയും രാഷ്ട്രീയമാണ്. അസത്യവും അതുപോലെ തന്നെ വാസ്തവ വിരുദ്ധമായ കാര്യങ്ങളും പ്രചരിപ്പിക്കുന്ന രാഷ്ട്രീയമാണ് അവർക്കുള്ളത്. Look at the way he does his politics. He promises a department of fisheries when Modi has already made an entire ministry dedicated to fisheries and fishermen. നോക്കൂ, എത്ര വലിയ നുണയാണ് അവർ പറയുന്നത്. അദ്ദേഹം പറയുന്നു, ഞാൻ ഇന്ത്യയിൽ
മത്സ്യബന്ധനത്തിന് ഒരു വകുപ്പുണ്ടാക്കുമെന്ന്. ഇവിടെ നരേന്ദ്രമോദിജി മത്സ്യബന്ധനത്തിനായി ഒരു മന്ത്രി സ്ഥാനം തന്നെ, മന്ത്രിസഭ തന്നെ, അദ്ദേഹം ഒരു മന്ത്രിയെ തന്നെ മന്ത്രാലയത്തിൽ തന്നെ സൃഷ്ടിച്ചിരിക്കുന്നു. Look at the false promises that he makes. He celebrates the Sabrimala verdict, but then tells his party to join cause with the Sabrimala movement. And it is this lie, this untruth of the Congress party that today stands exposed in Kerala. I today appeal to the citizens of Kerala that the Bharatiya Janata Party ensured that the Ram Mandir is built, and this is the same Bharatiya Janata Party that will do justice to the Sabrimala movement. നോക്കൂ അവരുടെ കള്ളത്തരങ്ങൾ. രാഹുൽ ഗാന്ധി ശബരിമല വിധി വന്നപ്പോൾ ആ വിധി ആഘോഷിച്ചു. അതിനുശേഷം അവർ പറഞ്ഞു, അവരുടെ പാർട്ടിക്കാരോട് അദ്ദേഹം പറയുന്നു, നിങ്ങൾ ശബരിമല വിധിക്കെതിരെയുള്ള പ്രക്ഷോഭങ്ങളിൽ പങ്കെടുക്കണമെന്ന്. ഇതാണ് അവരുടെ നീതി. ഭാരതീയ ജനതാ പാർട്ടി ശബരിമലയോടൊപ്പം നിൽക്കുന്നു. ഭാരതീയ ജനതാ പാർട്ടി രാമക്ഷേത്രം ഇന്ത്യയിൽ അയോധ്യയിൽ പണിയുമെന്ന് പറഞ്ഞ പാർട്ടിയാണ്. ആ പാർട്ടിയാണ് പറയുന്നത് ശബരിമലയുടെ ആചാരങ്ങൾ സംരക്ഷിക്കപ്പെടുമെന്ന്. Look at the politics of the Congress party. A party that was not to be seen in the service of the people when the people were confronted with pandemic. A party that was not available to serve the cause of the poor. And as a Bharatiya Janata Party worker, today I proudly say that when COVID-19 pandemic engulfed our country, it is the Narendra Modi government that made sure that 80 crore citizens of our country receive free ration for 8 months. നോക്കൂ, കോവിഡ് ഉണ്ടായ സമയത്ത് മഹാരോഗം പൊട്ടിപ്പുറപ്പെട്ടപ്പോൾ ആരും കോൺഗ്രസുകാരെ കണ്ടിട്ടില്ല. ആ പാർട്ടിക്കാർക്ക് അതിന് നേരമുണ്ടായിരുന്നില്ല. പക്ഷേ ഭാരതീയ ജനതാ പാർട്ടിയുടെ പ്രവർത്തകർ, ബിജെപിയുടെ ഗവൺമെന്റ് ഈ രാജ്യത്ത് മഹാരോഗം വന്നപ്പോൾ ബുദ്ധിമുട്ടിയ ജനങ്ങളെ സഹായിച്ചു. 80 കോടി ആളുകൾക്ക് സൗജന്യമായി ഭാരതത്തിൽ റേഷനും മറ്റ് അവശ്യ സാധനങ്ങളും കൊടുത്ത ഗവൺമെന്റാണ് ബിജെപിയുടെ ഗവൺമെന്റ്. The Congress party has a leadership that spends more than half of its time traveling overseas, and the BJP has a leadership that in the pandemic under Vande Bharat got 11 lakh Kerala citizens back to the country so that they could be integrated with their families in the time of pandemic. കോൺഗ്രസിന്റെ നേതൃത്വം ഇവിടെ മഹാരോഗം ഉണ്ടായപ്പോൾ വിദേശത്തിലേക്ക് പോയ നേതൃത്വമാണ്. എന്നാൽ ബിജെപിയുടെ നേതൃത്വം നിങ്ങൾ നോക്കൂ, ഈ മഹാവ്യാധി ഉണ്ടായപ്പോൾ വന്ദേ ഭാരത പദ്ധതിയിലൂടെ 11 ലക്ഷം മലയാളികളെ ഗൾഫ് രാജ്യങ്ങളിൽ നിന്നും ഇന്ത്യയിൽ എത്തിച്ചു, അവരെ കുടുംബങ്ങളിൽ എത്തിച്ചു കൊടുത്തു ഭാരതീയ ജനതാ പാർട്ടിയുടെ ഗവൺമെന്റ്. The Congress party is known for a leadership where the brother-in-law loots the lands of the poor farmers, and the Bharatiya Janata Party is known for a leadership which under Kisan Samman Nidhi gives over 4,000 crore rupees into the bank account of 36 lakh farmers in Kerala. സുഹൃത്തുക്കളെ, കോൺഗ്രസിന്റെ നേതൃത്വം സഹോദരൻ അളിയൻ നാട്ടുകാരുടെ കൃഷിക്കാരുടെ ഭൂമി കവർന്നെടുത്തതാണ്. അതാണ് അവരുടെ നേതൃത്വം. പക്ഷേ ഭാരതീയ ജനതാ പാർട്ടി കിസാൻ സമ്മാൻ നിധിയിലൂടെ കേരളത്തിലെ 36 ലക്ഷം വരുന്ന കൃഷിക്കാർക്ക് വർഷത്തിൽ 6000 രൂപ കൊടുത്ത നേതൃത്വമാണ് ബിജെപിയുടെ നേതൃത്വം. The Congress party is known for a leadership which builds its own houses and fills its own coffers, and the Bharatiya Janata Party under the leadership of Narendra Modi has ensured close to 2 crore homes for the poor in the rural and urban area, in which 45,000 homes were built only for the citizens of Kerala. കോൺഗ്രസിന്റെ നേതാക്കന്മാർ തങ്ങളുടെ കീശ വീർപ്പിക്കും, തങ്ങൾക്ക് വലിയ മണിമാളികകൾ നിർമ്മിക്കും. പക്ഷേ ഭാരതീയ ജനതാ പാർട്ടിയുടെ ഗവൺമെന്റ് ഈ രാജ്യത്ത് 2 കോടി വീടുകളാണ് ആവാസ് യോജന പദ്ധതിയിലൂടെ നിർമ്മിച്ചു കൊടുത്തത്. അതിൽ 45,000-ത്തിലധികം വീടുകൾ അത് കേരളത്തിലെ മലയാളികൾക്ക് ഗ്രാമീണ മേഖലയിലും നഗരമേഖലയിലുമായി നിർമ്മിച്ചു കൊടുത്തു. Be it the LDF, be it the UDF,
I want every Karyakarta to ask oneself, was it ever possible to see poor families get 5 lakh rupees of medical cover per year in over 24,000 hospitals across the country, if not for the leadership of Narendra Modi? എനിക്ക് UDF-കാരോടും LDF-കാരോടും ചോദിക്കാനുള്ളത്, ഈ രാജ്യത്ത് സാധിക്കുമായിരുന്നോ എന്നെങ്കിലും ഒരു പാവപ്പെട്ട കുടുംബത്തിന് 5 ലക്ഷം രൂപയുടെ വാർഷിക ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതി കൊണ്ടുവരാൻ ഇന്ത്യയിലെ 24,000 ആശുപത്രികളിലൂടെ മോഡി സർക്കാർ 5 ലക്ഷം രൂപയുടെ ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതിയാണ് സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്നവർക്ക് വേണ്ടി നടപ്പിലാക്കിയിരിക്കുന്നത്. And that is why today, on behalf of the Kerala unit of the Bharatiya Janata Party, I give special thanks to the Honorable Prime Minister, because Ayushman Bharat Yojana has benefited over 32 lakh citizens only in the state of Kerala. ഇത് ഭാരതീയ ജനതാ പാർട്ടിയുടെ സംസ്ഥാന നേതൃത്വത്തിനു വേണ്ടി മോഡിജിയോട് ഞാൻ നന്ദി പറയുകയാണ്. കാരണം കേരളത്തിലെ 32 ലക്ഷം വരുന്ന കുടുംബങ്ങൾക്കാണ് ആയുഷ്മാൻ ഭാരത് പദ്ധതിയുടെ ആരോഗ്യ ഇൻഷുറൻസിന്റെ പരിരക്ഷ ലഭിച്ചിട്ടുള്ളത്. सुरेंद्रन जी, एक तरफ मैं भारतीय जनता पार्टी और केंद्र की सरकार की उपलब्धियां बता सकती हूं, और ये उपलब्धि भारतीय जनता पार्टी का एक एक कार्यकर्ता बता सकता है, और दूसरी ओर केरल की सरकार ये नहीं बता सकती कि फिशरीज के सहम में 5,000 करोड़ का घोटाला उनके नेता ने किया या नेता के अंतर्गत किसी ऑफिसर ने किया. ഞാനിവിടെ കേന്ദ്ര സർക്കാരിന്റെ നേട്ടങ്ങൾ ഓരോന്നായി എണ്ണുകയാണ്. സുരേന്ദ്രജി, അങ്ങയുടെ പാർട്ടി പ്രവർത്തകർക്കും അതറിയാം, അവരും ഇത് ജനങ്ങളോട് പറയും. പക്ഷെ എനിക്ക് ഇവിടുത്തെ ഭരിക്കുന്നവരോട് ചോദിക്കാനുള്ളത്, ആഴക്കടൽ മത്സ്യബന്ധനത്തിന്റെ പേരിൽ 5,000 കോടി രൂപയുടെ അഴിമതി നടത്തിയത് ആരാണ്? നിങ്ങളുടെ പാർട്ടിക്കാരാണോ, മന്ത്രിമാരാണോ, ഉദ്യോഗസ്ഥന്മാരാണോ എന്ന് ചോദിക്കാൻ ആഗ്രഹിക്കുന്നു. कांग्रेस पार्टी और उनके मित्र संगठनों ने देश की जनता के सामने करप्शन के कई अनोखे उदाहरण रखे, और मैं जानबूझकर कहती हूं कि एलडीएफ और यूडीएफ में कोई फर्क नहीं. एक तरफ कांग्रेस का एक सहयोगी संगठन चारे में घोटाला करता है, दूसरी तरफ केरल में मच्छी में घोटाला होता है, और यहाँ पे नेता सोना भी खा जाता है. കോൺഗ്രസുകാർ ഇവർക്കെതിരെ അഴിമതി ആരോപണം ഉന്നയിക്കുന്നു. എന്താ വ്യത്യാസം? ഇവർ രണ്ടും ഒന്നാണ്. രണ്ടു കൂട്ടരും അഴിമതി നടത്തും. ഇവിടെ മത്സ്യബന്ധനത്തിൽ മാത്രമല്ല അഴിമതി, ഇവിടത്തെ LDF നേതാക്കന്മാർ സ്വർണവും വിഴുങ്ങുന്നുണ്ട്. मच्छी का घोटाला कहो, गोल्ड की स्मगलिंग कहो, जवाब एक ही आता है कि मुख्यमंत्री को कोई जानकारी नहीं. നിങ്ങള് മത്സ്യബന്ധനത്തിന്റെ കാര്യത്തിൽ നടന്ന അഴിമതിയെ പറ്റി പറയൂ, സ്വർണ്ണ കള്ളക്കടത്തിനെ പറ്റി പറയുന്നു. പാവം മുഖ്യമന്ത്രിക്ക് ഒന്നും അറിഞ്ഞുകൂടാ. अरे जिस मुख्यमंत्री को कुछ पता नहीं, उस मुख्यमंत्री को वोट देकर क्या फायदा? इसलिए जनता को जाकर कहें कि चुनाव में पोलिंग बूथ पर आए, कमल का बटन दबाएं और जानकार नेतृत्व केरल में पाएं. ഇങ്ങനെ തന്റെ സർക്കാരിൽ നടക്കുന്ന അഴിമതികളെ പറ്റി അറിയാത്ത മുഖ്യമന്ത്രിക്ക് എന്തിനു വോട്ട് ചെയ്യുകയാണ്? അതുകൊണ്ട് പോയി ജനങ്ങളോട് പറയൂ, അടുത്ത തെരഞ്ഞെടുപ്പിൽ പോളിംഗ് ബൂത്തിൽ പോയി താമര അടയാളത്തിൽ BJPക്ക് വോട്ട് ചെയ്യാൻ. और जब मैं यह आवेदन करती हूं, जब सब जनता के और कार्यकर्ताओं के सामने ये प्रार्थना करती हूं, इस प्रार्थना में एक कष्ट भी छुपा है. खून की होली खेलना केरल में इन पार्टियों ने बंद नहीं किया है. 300 हमारे कार्यकर्ता और स्वयंसेवक मारे गए हैं. कुछ दिन पहले ही एक नौजवान नंदू कृष्णा की भी हत्या की गई है. ഞാൻ ഇവിടെ പറയാൻ ആഗ്രഹിക്കുകയാണ്, കേരളത്തിൽ ഈ രക്തത്തിന്റെ ഈ രാഷ്ട്രീയം അവസാനിച്ചിട്ടില്ല. 300ഓളം ആളുകളെ, പ്രവർത്തകരെ നമുക്ക് ബലി നൽകേണ്ടി വന്നു. ഈ അടുത്ത ദിവസം നന്ദു കൃഷ്ണ എന്ന് പറയുന്ന ഒരു ചെറുപ്പക്കാരന്റെ ജീവനും നമുക്ക് നഷ്ടമായി. रक्तपात की ये होली केरल में तब समाप्त होगी जब लोकतंत्र का आप उत्सव मनाएंगे और जनता जनार्दन के साथ पोलिंग बूथ पर जाकर कमल का बटन दबाएंगे. ഈ രക്തം കൊണ്ടുള്ള ഈ ഹോളി ആഘോഷം അന്നേ സമാപിക്കുള്ളൂ, അന്നേ അവസാനിക്കുള്ളൂ.
അത് ഭാരതീയ ജനതാ പാർട്ടിക്ക് വേണ്ടി കേരളത്തിലെ ജനങ്ങൾ പോളിംഗ് ബൂത്തിൽ പോയി താമരയ്ക്ക് വോട്ട് ചെയ്യുന്ന ദിവസം. इसलिए आज विजय यात्रा के उपलक्ष्य में मैं मात्र यही निवेदन करती हूं कि जो जनता इस यात्रा से जुड़ रही है उस जनता से हम कहें कि हम संकल्प लेते हैं कि विजयश्री होने के बाद जैसा कि सुरेंद्रन जी ने कहा पब्लिक सर्विस कमीशन जो पार्टी सर्विस कमीशन बन गई है उसका नेपोटिज्म और उसका तंत्र पूरा का पूरा ध्वस्त करेगी भारतीय जनता पार्टी. ജനങ്ങളോട് പോയി പറയൂ, ശ്രീ കെ സുരേന്ദ്രജി പറഞ്ഞിട്ടുണ്ട്, കേരളത്തിലെ കുടുംബ സർവീസ് കമ്മീഷനായ പാർട്ടി സർവീസ് കമ്മീഷനൊക്കെ ആയ ഈ PSCയുടെ അഴിമതി ഭാരതീയ ജനതാ പാർട്ടി ഈ സ്വജനപക്ഷപാതം അഴിമതി എന്നേക്കുമായി അവസാനിപ്പിക്കുമെന്ന്. मैं आज इस यात्रा के उपलक्ष्य में जनता से आह्वान करती हूं कि जितना पैसा केरल की तिजोरी से लूटा गया है, चाहे वो गोल्ड स्मगलिंग के माध्यम से हो या फिशरीज के स्कैम के माध्यम से हो, वो एक एक रुपया केरल की तिजोरी में लौटाया जाएगा ताकि केरल की जनता की सेवा हो सके. കേരളത്തിലെ ജനങ്ങളോട് എനിക്ക് പറയാനുള്ളത്, സ്വർണ്ണ കള്ളക്കടത്താവട്ടെ, മത്സ്യബന്ധനത്തിന് അഴിമതിയാവട്ടെ, കേരളത്തിലെ ഖജാനാവിന് നഷ്ടം വന്ന ഓരോ പണവും ഭാരതീയ ജനതാ പാർട്ടി അധികാരത്തിൽ വന്നാൽ അവിടെ തന്നെ നിക്ഷേപിക്കുന്ന സാഹചര്യമുണ്ടാകും. इसलिए आज जितने कार्यकर्ता रात को 9 बजे भी इस यात्रा का स्वागत करने के लिए उपस्थित हैं, उनको भारतीय जनता पार्टी की प्रदेश की पूरी टीम की ओर से, राष्ट्रीय संगठन की ओर से मैं आभार व्यक्त करते हुए अपनी वाणी को विराम देती हूं. ഈ വൈകിയ വേളയിൽ 9 മണിക്കും ഇവിടെ കൂടി നിൽക്കുന്ന ഈ ജനസഞ്ചയത്തിന് ഭാരതീയ ജനതാ പാർട്ടിയുടെ സംസ്ഥാന നേതൃത്വത്തിന് വേണ്ടി, അഖിലേന്ത്യാ നേതൃത്വത്തിന് വേണ്ടി എല്ലാവർക്കും വേണ്ടി നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു. बोलो भारत माता की ജയ്.